ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മഷ്റൂം റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 2 വലിയ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 4-5 എണ്ണം എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഷ്റൂമാണ്. മഷ്റൂം ഒരു 6 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 1.5 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ കഴിക്കുന്നതിന് ശേഷം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയാണ്. അപ്പോൾ ഞാനൊരു സവോള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. വലുതാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് വാടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകണ്ട. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മഷ്റൂമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഇത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കാണ്. ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം അരിഞ്ഞത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 1.5 കപ്പ് അരിയാണ് ഇപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അരിക്കും 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കണം. അത് നല്ലപോലെ തിളച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നൊന്ന് നോക്കുകയാണ്. ഇളക്കൊന്നും വേണ്ട. ഈ ഒരു സമയത്ത് നമ്മളിത് വളരെ ലോ ഫ്ലെയിമിൽ കാക്കി വെച്ച് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ അതേ 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പതുക്കെ ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റി നല്ലപോലെ കുക്കായിട്ട് വരും. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞൊക്കെയായി വന്നിട്ടുണ്ട്. നല്ല മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറിലുള്ള നല്ലൊരു റൈസാണിത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മഷ്റൂം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ.